ടൗൺഷിപ്പിൽ ബാക്കിയുള്ള വീടുകളുടെ നറുക്കെടുപ്പ് ഉടൻ പൂർത്തീകരിക്കണമെന്ന് മുണ്ടക്കയിലെ ഫേസ് 2-ൽപ്പെട്ട ദുരന്തബാധിതർ. ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ 178 വീടുകൾ നേരത്തെ കൈമാറിയിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന വീടുകൾ തങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതാണ് എന്നറിയാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരിൽ ആദ്യഘട്ടത്തിൽ 178 വീടുകൾ പൂർത്തീകരിച്ച് കൈമാറിയിരുന്നു. ഫേസ് 1-ൽപ്പെട്ട ആളുകൾക്കാണ് ഇപ്പോൾ വീടുകൾ കൈമാറിയിട്ടുള്ളത്. ഫേസ് 2-ലെ എയിലും ബിയിലും പെട്ട 180 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ടൗൺഷിപ്പിൽ പുരോഗമിക്കുന്നത്. ഈ വീടുകളുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടത്തണമെന്ന് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. ചെറിയൊരു ആശങ്ക പറയുന്നത് 2B-ക്കാർക്കാണ്. കാരണം 2 വർഷമായി സ്വാഭാവികമായിട്ട് അവരുടെ ആശങ്ക എന്ന് പറയുമ്പോൾ വീട് കുറച്ച് വഴിയേ കിട്ടുള്ളൂ നമുക്കറിയാം. പക്ഷേ അവരുടെ ആശങ്ക പരിഗണിക്കണമെങ്കിൽ ഒരു നറുക്കെടുപ്പ് ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പട്ടയം പതുക്കെ കൊടുത്താലും വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നറുക്കെടുക്കാനുള്ള ജില്ലാ ഭരണകൂടം ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥന നമുക്കുള്ളത്. ഒക്ടോബർ വരെയാണ് ഊരാളുങ്കലിന് നിർമ്മാണ കരാറുള്ളത്. അതിനുള്ളിൽ തന്നെ വീടുകൾ പൂർത്തീകരിക്കുമെന്നും ഊരാളുങ്കൽ അവകാശപ്പെടുന്നുണ്ട്. നറുക്കെടുപ്പ് പൂർത്തിയായാൽ തങ്ങൾക്ക് ആശ്വാസമാകുമെന്നും ദുരന്തബാധിതർ പറയുന്നു. എത്രയും പെട്ടെന്ന് നറുക്കെടുക്കുക, ഞങ്ങൾക്ക് തരാനുള്ള വീടിൻ്റെ ആധാരം തരിക, പട്ടയം തരിക, അങ്ങനെയൊക്കെ ഞങ്ങൾക്കും തന്നിട്ടുണ്ടെങ്കിൽ ആകും. പിന്നെ പണികളൊക്കെ കുറേ സ്ലോ ആയിട്ടാണ് പോയത്. ഇപ്പോൾ 1-ാം ഘട്ടത്തിലുള്ള ആൾക്കാർക്ക് വീടുകൾ ചെയ്തു കൊടുക്കുന്ന ആ കൂട്ടത്തിൽ ഒന്നും കൂടി സ്പീഡാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇനിയും പുറത്ത് നിൽക്കുന്ന ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട്, അവർക്കും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരുപാട് പേർക്ക് ഇനിയും ലിസ്റ്റിൽ വരാനുണ്ട്. നിലവിൽ കൈമാറിയ 178 വീടുകളിൽ ഭൂരിഭാഗം വീടുകളിലും ആളുകൾ താമസിച്ചു തുടങ്ങി. ബാക്കി വീടുകൾ കൂടി പൂർത്തീകരിച്ച് കൈമാറുന്നതോടെ പൂർണ്ണമായും പുനരധിവാസം സാധ്യമാകും. മീഡിയ 1 വയനാട്.